കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ ആർജെഡി പ്രവർത്തകന് വെട്ടേറ്റു. ആർജെഡി വില്യാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മനക്കൽ താഴേക്കുനി MTK സുരേഷിനാണ് വെട്ടേറ്റത്. സുരേഷിനെ ആക്രമിച്ച പ്രതി ലാലു എന്ന ശ്യാമിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. ഷഹീദ്, പ്രതിയെ പിടികൂടിയിട്ടുണ്ടോ? ഇയാൾ തന്നെയാണോ ആക്രമണം നടത്തിയതും? അനശ്വര, പ്രതിയെ ഇതിപ്പോൾ ഇതുവരെ പിടികൂടിയിട്ടില്ല. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ശ്യാം എന്ന് പേര് വിളിക്കുന്ന ശ്യാംലാൽ ആണ് ഈ വെട്ടിയിരിക്കുന്ന ആക്രമണം നടത്തിയിരിക്കുന്നത്. RJD വില്യാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറിയാണ് മനക്കൽ താഴേക്കുനി ATM സുരേഷ്, MTK സുരേഷിനാണ് വെട്ടേറ്റിരിക്കുന്നത്. വടിവാൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സമീപത്ത് വടിവാൾ കൊണ്ട് വെട്ടുമ്പോൾ കൈ കൊണ്ട് തടുക്കുകയായിരുന്നു. അപ്പോഴാണ് കൈക്ക് സാരമായി പരിക്കേറ്റിട്ടുള്ളത്. ഈ ശ്യാംലാലാണ് വെട്ടിയതെന്നാണ് ദൃക്സാക്ഷികൾ, നാട്ടുകാരുൾപ്പെടെയുള്ള ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുള്ളത്. ശ്യാംലാൽ ആക്രമണം നടത്തുമ്പോൾ സുരേഷ് തടഞ്ഞു. പിന്നീട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴാണ് ഈ പ്രതി രക്ഷപ്പെട്ടിട്ടുള്ളത്. ശ്യാംലാൽ ഓടി രക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ ശ്യാംലാലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് RJD ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വടകര വില്യാപ്പള്ളി റോഡ് ഉപരോധിച്ചിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നാണ് RJD നേതാവ് മനയത്ത് ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത്. RJD നേരത്തെ തന്നെ കൊളത്തൂരിലുള്ള പഠന ക്യാമ്പിലെ വേലി തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ ലാലു പ്രതിയാണ്. ഈ കേസിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ല. ലാലുവിനെ അറസ്റ്റ് ചെയ്തില്ല എന്നൊരു പരാതിയും ആക്ഷേപവും RJDക്കുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ വീണ്ടും അക്രമം നടന്നിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള അക്രമം നടത്തുന്ന ഒരു ഗുണ്ടാപ്രവർത്തനമൊക്കെ നടത്തുന്ന ആളാണ് ശ്യാം എന്ന് വ്യക്തമായിട്ടുണ്ട്. ഏതായാലും പോലീസ് അനാസ്ഥക്കെതിരെ കൂടി RJD ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അക്രമിയെ ഉടൻ തന്നെ പിടികൂടണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. വൈകാതെ തന്നെ അക്രമിയെ പിടികൂടുമെന്ന പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിനാണ് ഇപ്പോഴും പ്രതിയെ ഒളിവിലാണെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പ്രതിയെ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നാണ് RJD അറിയിച്ചിട്ടുള്ളത്.